മറ്റൊരാൾക്ക് ചെറുതെന്ന് തോന്നിയാലും നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും നമുക്ക് വലുത് തന്നെയാണ്. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന് പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ദേവിയുടെയും ബാലിന്റെയും ഒക്കെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ? എന്താണെങ്കിലും നമ്മുടെ കണ്ണന്റെ മറ്റൊരു സ്വരൂപം കൂടെ നമ്മൾ നാളെ കാണാൻ പോവാണ്. കാരണം ഇത്രയും ദിവസം പമ്മി പതുങ്ങി ഇരുന്നിട്ട് വീണ്ടും അവന്റെ തനി നിറം പുറത്തെടുക്കുകയാണ്. പക്ഷെ അതൊക്കെ എന്താണെങ്കിലും എന്തിനു വേണ്ടിയാണ് അവനിങ്ങനെ എന്നുള്ള നമ്മുടെ അവസാന ഘട്ടത്തിൽ മാത്രമേ നോക്കാൻ അറിയാൻ കഴിയുള്ളൂ. എന്നാണെങ്കിൽ നമ്മുടെ ദേവിയുടെ മുഖഭാഗം കണ്ട് ആകെപ്പാടെ വല്ലാത്ത അസ്വസ്ഥതയിൽ ഇരിക്കുകയാണ് നമ്മുടെ ബാലന്. അപ്പൊ എന്താണെങ്കിലും ദേവൂട്ടിയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ദേവി അവിടെ നിൽക്കാതെ എന്താണോ അകത്തേക്ക് കയറി പോവാണ്. ബാലനും അഞ്ചുവും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ബാലൻ അഞ്ചുയോട് ചോദിക്കുക, എന്ത് പറ്റി ദേവിക്ക്, എന്തോ പ്രശ്നമുണ്ടല്ലോ, അല്ലെങ്കിൽ അവൾ എന്താണെങ്കിലും ഇത്ര വിഷമിച്ച് കയറി പോയില്ല എന്ന് പറയണം. അപ്പൊ അഞ്ചു എന്താണെങ്കിലും അന്നുണ്ടായ സംഭവങ്ങൾ മൊത്തം പറയുകയാണ്. കാരണം വേറൊന്നുമല്ല, അപ്പു പറഞ്ഞ കാര്യങ്ങള്. ഇനി നിന്റെ മമ്മി അമ്മയെല്ലാം ഞാൻ തന്നെയാണ്, ഇനി നീ എന്നെ അങ്ങനെ വിളിച്ചാൽ മതി, നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത് എന്നെല്ലാം ദേവൂട്ടിയോട് പറഞ്ഞത് പറയണം. ഇത് കേട്ട ബാലിന് ഒരിക്കലും സഹിക്കാൻ കഴിഞ്ഞില്ല. ബാലിന്റെ മനസ്സ് പെടുകയാണ്. വേറൊന്നും കൊണ്ട് തന്നെയല്ല, കാരണം താൻ കാരണം ഒരു കുഞ്ഞു പോലും ദേവിക്ക് ഉണ്ടാവാതിരുന്നേ. അത്ര സ്വന്തം കുഞ്ഞിനെക്കാളും കാര്യമായിട്ടാ ദേവൂട്ടിനെ വളർത്തിക്കൊണ്ട് വരുന്നത്, എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അപ്പൊ ഇത്രയും കാലം അമ്മയെന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ദേവിയുടെ മനസ്സിലും വേദനകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ താനാണല്ലോ ഇതിനെല്ലാം കാരണക്കാരൻ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ബാലിന്റെ മനസ്സിലും ഉണ്ടാവുന്നുണ്ട്. ഇതിനുശേഷം നമ്മുടെ കറിയൊക്കെ എടുത്തോണ്ട് ദേവി അങ്ങോട്ട് വരുമ്പോൾ ബാലനാ കാര്യം പറഞ്ഞു. ബാലൻ ചോദിക്കുന്നുണ്ട്, അതെ ആരും ഞങ്ങളാരും കാണില്ലെന്ന് കരുതിയായിരിക്കും നീ അകത്തുപോയി കരഞ്ഞല്ലേ, എനിക്ക് മനസ്സിലായെന്ന് പറയണം. അപ്പൊ ദേവിച്ചിയെ ഞാൻ കരഞ്ഞൊന്നുമില്ല, വെറുതെ കള്ളം പറയണ്ട, അഞ്ചു എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. അപ്പൊ ദേവി എനിക്ക് വിഷമമൊന്നുമില്ല വാലേട്ടാ, ഇപ്പൊ അപ്പു അങ്ങനെ പറഞ്ഞ അപ്പുവിന്റെ മനസ്സിലെ ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞല്ലേ, പിന്നെ അത് നമ്മൾ എന്തിനാ അതിനകത്ത് ടെൻഷൻ അടിക്കണം, നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണം. എന്തിനാ ദേവി എന്നോട് ഇങ്ങനെ കള്ളം പറയണം, ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട് 1-2 വർഷമല്ലോ, കുറെ വർഷങ്ങളായില്ലേന്ന് പറയണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ദേവിക്ക് സങ്കടം അങ്ങ് അടക്കാൻ പറ്റുന്നില്ല. ദേവിയുടെ കണ്ണ് രണ്ടും നിറഞ്ഞു ഒഴുകണം. അപ്പൊ അഞ്ചു പറഞ്ഞു, എന്തിനാ ദേവിച്ച് കരയണ്ട, എന്താണല്ലോ അപ്പൊ 2 ദിവസം കഴിയുമ്പോൾ വന്നത് മാപ്പ് പറഞ്ഞ് സോൾവ് ആയിക്കോളൂ, അപ്പുവിന്റെ സ്വഭാവം നമുക്കെല്ലാം അറിയാവുന്നതല്ലേ, അതുകൊണ്ട് ദേവിച്ചിന് കരയൊന്നും വേണ്ടാന്ന് പറയാണ്. എന്താണല്ലോ ഇത്, ആരൊക്കെ സമാധാനിപ്പിച്ചാലും നമ്മുടെ ദേവിയുടെ മനസ്സിലെ ഉള്ളിലെ സങ്കടം അങ്ങോട്ട് മായുന്നില്ല. ദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരു അവസ്ഥയിലാണ് ദേവി നിൽക്കുന്ന തന്നെ. അതിനുശേഷം റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ദേവിയോട് ബാലൻ പറയുന്നുണ്ട്, അതെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഇനി വൈകുന്നേരം രാത്രി കണ്ണൻ ഏത് സമയത്ത് വന്നോട്ടെ, എന്നാലും കുഴപ്പമില്ല, അവന്റെ ആ പൈസ, ആ ശിവനെ ഏൽപ്പിച്ച പൈസ എത്രയാന്ന് വെച്ചാൽ അതങ്ങ് കൊടുത്തേക്കാം, നമുക്ക് ഇനി അത് വെച്ചോണ്ടിരിക്കണ്ട, നാളെ രാവിലെ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഇരുന്നേ. അവൻ വന്നോട് കൂടി കുടുംബത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടായത്, ഒരു പ്രശ്നങ്ങളും ഇല്ല, സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് അവന്റെ ഒരു വരവ് ഇതുപോലത്തെ കുറെ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ ഇതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല ദേവി, ഒരു ദിവസം മുമ്പേ സമാധാനം കിട്ടണം, അവൻ നാളെ രാവിലെ പൈസ ആയിട്ട് അങ്ങോട്ട് പൊക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവിക്ക് മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനും ബുദ്ധിമുട്ടും, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നു പറയാനും പറ്റില്ല. ഈ സമയത്ത് നമ്മുടെ ദേവൂട്ടിയാണ് വളരെ വിഷമിച്ച് റൂമിൽ ഇരിക്കുക. ദേവൂട്ടിക്കാണെങ്കിൽ ചോറ് നിർബന്ധിച്ച് വാരി കൊടുക്കും, ദേവൂട്ടി തിന്നാൻ കൂട്ടാക്കില്ല. അപ്പൊ ചീത്തയൊക്കെ പറഞ്ഞ്, നിന്നെ ഇനി എല്ലാ കാര്യങ്ങളും ഞാനടി നോക്കുന്ന, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോണം, അല്ലെങ്കിൽ എൻ്റെ തനി സ്വരൂപം നീ അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ ഭയങ്കര ചീത്ത പറയാണ്. ചീത്തയൊക്കെ പറഞ്ഞിട്ടാ കുഞ്ഞിനെ ഫുഡ് കഴിപ്പിക്കുന്നത്. ദേവൂട്ടിക്ക് വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ദേവൂട്ടി ഫുഡ് കഴിക്കുക. ഈ ഒച്ചപ്പാടൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ദേവിക്കാണ് അവിടെ ഇരുന്നിട്ട് വല്ലാത്ത വിഷമം വരുന്നുണ്ട്. പക്ഷെ പോയി ഇടപെടാൻ പറ്റില്ലല്ലോ. അതിനുശേഷം ഉറങ്ങാൻ നേരത്ത് ദേവൂട്ടി പറയാം, അതെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോയി കിടന്നുറങ്ങിക്കോളാം, മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് കിടന്നോളെന്ന് പറയാം, എനിക്ക് അമ്മയുടെ അടുത്ത് കിടന്നാൽ ഉറക്കം വരുവുള്ള മമ്മി, അതുകൊണ്ടാന്ന് പറയണം. പക്ഷെ നമ്മുടെ അപ്പുവിന് ഒരു വിട്ടുവീഴ്ച മനോഭാവം ഇല്ലായിരുന്നു. അപ്പു കുഞ്ഞിനെ നേർക്ക് ആക്രോശിക്കുക, ഇവിടെ കിടന്നങ്ങ് ഉറങ്ങിയാൽ മതി, ഇനി നിന്റെ അമ്മയും മമ്മിയൊക്കെ ഞാൻ തന്നെ, നിന്നോട് ഒരു വട്ടം ഞാൻ പറഞ്ഞത്, ഇനി എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത്, അടിച്ച് നിന്നെ ശരിയാക്കൂട്ടോന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. തേവൂട്ടിക്ക് ചിണുങ്ങിയിട്ട് വേറെ നിവൃത്തിയില്ലെന്ന് മനസ്സിലായി. പാവം ഒന്ന് കുഞ്ഞല്ലേ, എന്നെ അറിയത്തില്ലോ. എന്നിട്ട് ഈ വലിയ മനുഷ്യന്മാർ തമ്മിലുള്ള വഴക്കില് അതിനെ എടുത്തിട്ടുണ്ട് ഒരാവശ്യമില്ല. അപ്പോൾ തൻ്റെ ദേഷ്യം മൊത്തം തീർക്കാൻ ദേവൂട്ടിയുടെ, ഹരിയോട് അധികം തീർക്കാൻ പറ്റില്ലല്ലോ, ഹരി തിരിച്ചു പറയുമല്ലോ. എന്താണ് ദേവൂട്ടി ആവുമ്പോൾ പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ കേട്ടോണ്ടിരിക്കുള്ളൂ, കുറച്ചു നേരം ചിലപ്പോൾ കരഞ്ഞിരിക്കും. അതിനുശേഷം ദേവൂട്ടി പോയി കിടന്ന് ഉറങ്ങുക. ഈ സമയത്താണ് നമ്മുടെ ഹരി അങ്ങോട്ട് വരുന്നത്. ഹരി അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ അപ്പൂൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ ഹരിക്ക് മനസ്സിലായി ഇന്നും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഹരിക്കറിയാലോ, കാരണം വേറൊന്നുമല്ല, അപ്പൂന് നിസ്സാര കാര്യം മതി. അപ്പൂൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും പിടിച്ചാൽ കെട്ടാത്തൊരു സ്വഭാവമാണ്. എന്താണെങ്കിലും വൈകുന്നേരം നമ്മുടെ കണ്ണൻ എവിടെയൊക്കെയോ തെണ്ടിത്തിരിഞ്ഞ് അലിഞ്ഞിട്ട് വരുക. അലിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ദേവി ചോദിച്ചു, നിനക്ക് ഫുഡ് വേണ്ടടാന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഫുഡൊന്നും വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചെന്ന് പറയണം. ഇപ്പം അല്ലെങ്കിൽ ഈയിടെയായിട്ട് അങ്ങനെ തന്നെ, അവൻ എപ്പോഴേലും പോവും എപ്പോഴേലും വരും, ചിലപ്പം ഫുഡ് കഴിക്കും, ഇല്ല കഴിക്കത്തില്ല, അങ്ങനെ ഒരു സ്വഭാവമാണ്. ഇതൊക്കെ ദേവിക്കാണ്ട് ഭയങ്കര വിഷമം വരുന്നുണ്ട്. വേറൊന്നുമല്ല, ഇത്രയും കാലം അവൻ അങ്ങനെ അല്ലായിരുന്നല്ലോ, ഒരു 4-5 വർഷം മുമ്പ് താമസിച്ചുകൊണ്ടിരുന്നേ.
തൻ്റെ സാരത്തുമ്പി പിടിച്ച് എപ്പോഴും നടന്നുകൊണ്ടിരുന്ന കണ്ണനാ. പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ ആർക്കാണല്ലോ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത്രയും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൻ്റെ ഇപ്പോഴത്തെ ആ കപട മുഖം അത് എപ്പോഴാണ് അഴിഞ്ഞു വീഴുന്ന പറയാൻ പറ്റില്ല. എന്താണ് കൂട്ടുകാർ വരെ വന്ന് പറഞ്ഞു കണ്ണോട് നീ ഇങ്ങനെ ഇത്രയും അത് ബോൾഡായിട്ട് നിൽക്കില്ലടാ, അവരുടെ അടുത്ത് ഒരു മനസ്സായ്പ കാണിക്കുക, അവരുടെ മനസ്സ് വേദനിക്കില്ലേന്ന് ചോദിച്ചിട്ട് പോലും നമ്മുടെ കണ്ണന് ആ കപട മുഖം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ആ മുഖം മാറ്റാൻ ഇതുവരെയായിട്ടും തയ്യാറായിട്ടില്ല. എന്താണെങ്കിലും കണ്ണൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അതിന് മുമ്പ് നമ്മുടെ ഹരി വന്നായിരുന്നു. ഹരി എല്ലാവരും കൂടെ കൂടി ഹാളിലേക്ക് വരുവാണ്. ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു ദേവിയോട് അതേ നീ ആ പോയി പൈസ എടുത്തുകൊണ്ട് ഞാൻ പറയണം. പൈസ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേനും ദേവി പെട്ടെന്ന് പൂജാമുറിയിലേക്ക് പോവാം. അപ്പോൾ ആണ് നമ്മുടെ ഹരിയും അതുപോലെ തന്നെ അപ്പോൾ ആ കാര്യങ്ങൾ അറിയുന്നത്, പൈസ കുറച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന കാര്യം തന്നെ അറിയുന്നത്. അങ്ങനെ നമ്മുടെ ദേവി പോയി പൈസ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേനും അഞ്ചു അങ്ങോട്ട് വരുവാണ്. ഞാൻ പറയാ കുറച്ച് കാശ് കൊണ്ട് കണ്ണ നീ എന്താളും ഇത് തന്നെ വാങ്ങിക്കും, നാളെ രാവിലെ തരാമെന്ന് ഓർത്ത് ഞാൻ ഇരുന്നാ, പക്ഷെ എന്താണ് രാവിലത്തേക്ക് വെക്കുന്നില്ല. ഇതെന്താളും ശിവൻ കുറച്ച് പൈസ സംഘടിപ്പിച്ച് തന്നാ ഒരു 7 ലക്ഷം രൂപയുണ്ടെന്ന് പറയണം. ഇതൊക്കെ കണ്ടിപ്പോൾ അപ്പൂൻ്റെ കണ്ണ് തള്ളുന്നു. കാരണം അപ്പൂ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഹരീനെ കൂടെ നിർത്തിക്കൊണ്ടാണല്ലോ പറയുകയും ചെയ്യുന്നേ. എന്താണെങ്കിലും പൈസ കിട്ടിക്കൊണ്ട് നീ ഇത് പിടിക്കുക, ഇത് എന്താളും തക്കാലം ഇതും കൊണ്ട് പോയിട്ട് പകുതി പൈസ ഉണ്ടല്ലോ, 15 ലക്ഷം ചോദിച്ചാൽ ഇതും കൊണ്ട് പോയിട്ട് നീ ഒരു കാര്യം ചെയ്യുക, കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം. പെട്ടെന്ന് ഒറ്റയടിക്ക് 15 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇടപെടിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ലോ എന്ന് പറയണം. എല്ലാവരും ഓർത്ത് ഇപ്പം കണ്ണൻ അത് വാങ്ങിക്കും എന്നൊരു പ്രതീക്ഷയോടെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കണം. പക്ഷെ കണ്ണൻ എടുത്ത് വായിക്കും പറഞ്ഞതേ എനിക്ക് എന്താണല്ലോ ഈ ഉപ്പും മുളകും പോലെ ഇച്ചിരി വേണ്ട, എനിക്ക് എന്താണല്ലോ 15 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപ തന്നെ കിട്ടണം, അല്ലാതെ എനിക്ക് 7 ലക്ഷം രൂപയായിട്ട് വേണ്ട. പിന്നെ വേറൊരു കാര്യം, ഈ ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ എനിക്ക് എൻ്റെ ഷെയർ തന്നെയാണ്, അതുകൊണ്ട് എൻ്റെ ഷെയർ എനിക്ക് വീതിച്ചു തന്നേരെ, അല്ലാതെ എനിക്ക് ഈ 7 ലക്ഷം രൂപ വേണ്ട, ഈ നക്കാപ്പിച്ച പൈസ വേണ്ടെന്ന് പറയണം. ഇത് കേട്ട് ഞാൻ മുഖത്തടിയേറ്റ പോലെ ആയിപ്പോയി ബാലൻ. നീ എന്നാടാ പറയണേന്ന് ചോദിച്ചു. നിനക്ക് വല്ല ബോധം ഉണ്ടോ വെച്ച് നീ എന്നെ എന്താ പറയണേന്ന്, നീ ഇത്രയും പൈസ തന്നെ ഉണ്ടാക്കാനായിട്ട് ശിവൻ എത്രമാത്രം ബുദ്ധിമുട്ടി നീ വല്ലതും അറിയുന്നുണ്ടോടാന്നൊക്കെ ചോദിക്കണം. അങ്ങനെ നമ്മളെ കണ്ണനെ എടുത്തിട്ട് വാരി അലക്കുവാണ്. ഒരു കാര്യം ഉറപ്പായി, ഇനിയിപ്പോൾ ബാലിനുള്ള പൈസ കൂടെ കൊടുക്കില്ല, മറ്റേ ഷെയർ ഇവരെല്ലാം കൂടെ കൂടി എഴുതി കൊടുത്തല്ലേ കണ്ണിന് കൊണ്ടാൻ പറ്റുള്ളൂ. കണ്ണിന് അഹങ്കാരം കൂടി കഴിയുവാണെങ്കിൽ ബാലിന് എന്തായാലും അതിന് 8ന്റെ പടി തിരിച്ചൊരു കൊടുത്തിരിക്കും. എന്താളും കാര്യങ്ങളൊക്കെ അവസാനം ഒരു കരയ്ക്ക് ചെന്നടക്കും. പക്ഷെ ഇതിനിടയ്ക്കൊക്കെ കിടന്ന് നമ്മുടെ ശ്വാസം മുട്ടുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ദേവൂട്ടിയാണ്. ദേവൂട്ടി അങ്ങനെ ഇനിയിപ്പം നമ്മൾ ഈ ആഴ്ച കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവൂട്ടിക്ക് വന്ന അപകടം, അതായത് കുഞ്ഞിനെ നമ്മുടെ ദേവിയുടെ അടുത്ത് അടുപ്പിക്കാതെ വരുമ്പോഴത്തേനും കുഞ്ഞിന് മാനസികമായിട്ട് ഒത്തിരി വിഷമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം ഉണ്ടാകുന്ന കുറേ സംഭവവാസങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.